നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യലായ ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി തയ്യാറാക്കാനായി ഞാനിവിടെ 1/2 കിലോ ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇഞ്ചി തൊലി കളഞ്ഞ് വട്ടത്തിൽ വളരെ തിന്നായി അരിഞ്ഞു വെച്ചേക്കുകയാണ്. ഞാൻ എടുത്തേക്കുന്നത് 30 ചെറിയുള്ളിയാണ്. ചെറിയ ഉള്ളി വളരെ തിന്നായി വട്ടത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 10 പച്ചമുളക്, അതും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില. പിന്നെ ഒരു 50 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്. പുളി 1/2 കപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് 8 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇഞ്ചി അരിയുമ്പോൾ തിന്നായി ഒരേ അളവിൽ അരിയാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമാകും. ഇഞ്ചി നല്ല ക്രിസ്പിയായി മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാം ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായി ഒന്ന് മാറ്റി വയ്ക്കാം. ചൂടാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറിയ തരിയോടുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചെറിയ ഉള്ളിയും ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ തരിയായി പൊടിച്ചു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇഞ്ചി പൊടിച്ചതും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, കായമില്ലെങ്കിൽ 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്താലും മതി. അപ്പോൾ ഞാനിവിടെ കായമാണ് ചേർക്കുന്നത്, ഒരു ചെറിയ കഷ്ണം കായം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കാൻ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് കുറുകി വരും. അപ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് അതിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മധുരം ചേർക്കുന്നില്ല. ഇഞ്ചിക്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊരു ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.